അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇന്ന് നമ്മളുടെ വാലന്റൈൻസ് ഡേ ആണ് ഗൈസ്. അപ്പോൾ സ്പെഷ്യൽ വ്ളോഗായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ വീഡിയോസ് ഇടാഞ്ഞത് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എന്തായാലും ഇത്ത ഇല്ല, ഇത്താടെ ആരെയും അറിയാമല്ലോ. ഇത്ത പിന്നെ അവിടെ ആയതുകൊണ്ട് ഇത്താക്കും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എനിക്ക് പിന്നെ കോളേജും എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെയും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാഞ്ഞത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വ്ളോഗ്. ഇത്ത വിളിക്കുന്നത് എവിടേക്കാണ് എന്താണെന്നും അറിയത്തില്ല. എന്നിട്ട് ഒരാൾ പറഞ്ഞ് എന്നിങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു വാലന്റൈൻസ് ഡേക്ക്. വലിയ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നാളെ എനിക്ക് എക്സാം ആണ് ഗൈസ്. നാളെ എനിക്ക് ഇന്റേണൽ ആണ്. എന്നിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരുങ്ങി നിൽക്ക്, ഞാൻ കൊണ്ടുപോവാന്ന്. ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം ആരായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത്? പറയൂ ഗൈസ്, ആരാണ് കൊണ്ടുപോകുന്നത്? ആരാ കൊണ്ടുപോകുന്നത്? ആരാ? കേട്ടോ ഗൈസ്, അബൂബക്കറിന്റെ മകൻ ഷാനവാസിന്റെ മകൻ അനീസ് ഗൈസ്, അനീസ് ഷാനവാസ്. അപ്പൊ അനീസ് എന്തിനെ കൊണ്ടുപോകാൻ പോവാണ് ഗൈസ്, കൊണ്ടുപോവാണ് ഗൈസ്. അപ്പോ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണെന്ന് അനീസ പറഞ്ഞ് ബീച്ചിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞ് ഇനി ബീച്ചിലാണോ എന്താണെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് പറയും ബീച്ചിൽ കൊണ്ടുപോകാന്ന്, ഇടയ്ക്ക് പറയും സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന്, ഇടയ്ക്ക് പറയും ബോൺസ് മേടിച്ച് തരാൻ കൊണ്ടുപോകാന്ന്. എനിക്ക് ബോൺസ് വേണം ഗൈസ് പഠിക്കാൻ. അപ്പോൾ ബോൺസ് മേടിച്ചിട്ട് വരാമെന്ന് പറയും. ചിലപ്പോൾ പറയും ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറയും. എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല. ആദ്യം ഉമ്മച്ചിയെയും ഷാനാമിയും ഇവിടെ ഇറക്കണം. അയ്യോ, ഷാനാമിയെ കാണിച്ചില്ല. ഷാനാമി ഇവിടെ ഫാൻസ് ഉണ്ട് കേട്ടോ. ഫ്രീക്ക് മോഡൽ. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മളിവിടെ തട്ടിട്ട് നമ്മള് പോവും. എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇന്നത്തെ വ്ലോഗ് അതായിരിക്കും. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ബർഗർ ഞങ്ങള് ശരിയെന്നാ അവരെ പറഞ്ഞിട്ട് നമ്മള് എവിടെ അനീച്ച പോകുന്ന ഫസ്റ്റ്. അപ്പം എനിക്ക് തോന്നുന്നു ബീച്ചിലാ പോന്നേന്ന്. ഇല്ല, ബ്യൂട്ടി പാർലറിലൊന്നും പോണം. മുടിയൊന്ന് എനിക്ക് ഫേഷ്യൽ ചെയ്യണം, ത്രെഡ് ചെയ്യണം. ബ്യൂട്ടി പാർലറിൽ പിന്നെ പോകും ഞാൻ. ഇപ്പൊ ബീച്ച് പ്രേമലു കാണാം. ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ജിമാക്സിൽ ടിക്കറ്റ് കാണുമല്ലോ. ജിമാക്സിലാണ് പ്രേമലു. പ്രേമലു ജിമാക്സിലുണ്ട്. ആർപി മാളില്ലേ? ആർപി മാളിൽ കയറി നമുക്ക് ഒരു വെള്ളവും കുടിച്ച് നോക്കാം. നമ്മളെന്തായാലും എവിടെ പോകുന്നതെന്ന് നിങ്ങൾക്ക് സർപ്രൈസ്, എനിക്കും സർപ്രൈസ്. അപ്പൊ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ബൈ ബൈ. നമ്മൾ ബസ് സ്റ്റാൻഡ് ആർപി മാളിൽ കയറി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അടുത്ത പ്ലാൻ അവിടെ ഇരുന്ന് ആലോചിക്കാന്നാണ് അനീച്ചയുടെ ഉത്തരവ്. അപ്പൊ നമ്മൾ ആർപി മാളിൽ എത്തിയിട്ടുണ്ട്. ആർപി മാളിൽ കയറിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ, അടുത്തത് അവിടെ ആണ്. അപ്പോൾ കേസ് നമ്മൾ ആർപി മാളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡീസൻറ്റ്. അപ്പോൾ ഗൈസ് വേറൊരു പ്ലാനും കൂടെ വന്നു. ഇത്താക്ക് നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് അനീച്ച ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. പ്ലാനിങ് ഉണ്ടായിരുന്നു, അപ്പം ഇതുവരെ ഒന്നും നടന്നില്ല. അപ്പം അനീച്ച വിചാരിച്ച് ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് മേടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷീനാത്താക്ക് എന്തെങ്കിലും സെറ്റാക്കണം, അതും കൂടെ ഈ വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ സുഡിയോയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പോവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞങ്ങളിവിടെ വെറുതെ കിടന്ന് കറങ്ങും ഗൈസ്. വല്ലതും ഉണ്ടോ എന്ന് തപ്പി. സിനിമ എവിടെയോ കൊണ്ടുവന്ന് നോക്കുവാണ് ഗൈസ്. എവിടെയില്ല ഗൈസ് ടിക്കറ്റ് എടുക്കാൻ. രാത്രി 11:15 ഉള്ളു ഷോ. പറ്റത്തില്ല. അടുത്ത പ്ലാൻ എന്താണെന്ന് നോക്കുക. നമ്മൾ ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ക്ക് കുടിച്ചിരുന്നതിന് മുന്നേ നമ്മളൊരു പ്ലാനിലെത്തുന്നതായിരിക്കും. ഗൈസ് അപ്പോൾ അടുത്ത നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. കുടിച്ച് കഴിഞ്ഞു. അല്ല, കട എന്തായാലും നമ്മളെ പോകാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പ്രോഗ്രാം എന്ന് അറിയത്തില്ല, കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് അനീസയുടെ ഒരു ഫ്രണ്ട്സ് വിളിച്ച് ഗൈസ് ബോൺസ് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അവർ ബോൺസ് സെറ്റാക്കി തരും. അപ്പം അത് നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. അനീച്ച സ്റ്റുഡിയോ നോക്കുകയാണ് ഗൈസ്. അപ്പം എന്തായാലും നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ സ്റ്റുഡിയോ ഗൈസ്.
പാർക്കിംഗ് ഫുള്ളാണ്. അപ്പം അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫസ്റ്റ് ടൈം സ്റ്റുഡിയോയിൽ എന്തായാലും നമുക്ക് കയറി നോക്കാം. സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തോന്നൊന്നും അറിയത്തില്ല. കയറിയിട്ട് എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ വല്ലതുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ വരിക. പക്ഷെ കൈ ഇതാണ്ട ബേബി സെറ്റ്. എനിക്ക് കൊള്ളാം, ഇത് കൊള്ളാം. ഇതാ കൊള്ളാവോ? ഇതാണ് സെറ്റ്. യെസ്, ഞാൻ ഈ ഷൂസ് എടുത്തു. യെസ്, ശരി, ക്രോക്സ് എടുത്തു. യെസ്, ഇത്താടെ പാൻറ് മാറ്റി നമ്മളിതാക്കി. പക്ഷെ ഇത് ചെറുതല്ലേ, ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റുമോ? എന്നാ വേണ്ട, അതെടുത്തു. അപ്പൊ ഇനി ബേബീസിന്റെ കൂടെ നോക്കിട്ട് അങ്ങ് കിടക്കാം. നിങ്ങൾ വാ, കിട്ടി ഗൈസ്. പാൻറ്റും ആണോ ഗൈസ്? ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് അറിയാതെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു കറക്റ്റ് ആവുന്നു. അതടിപൊളി, അതടിപൊളി, അതെടു എടുക്കാമല്ലോ. ഇത് കൊള്ളാം. കേസ് 6 നമ്മൾ ബീച്ചിൽ വേണം. കരിവാഗ എത്രയാണ്? അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെവിടെ അതാ ഫോണിൽ ചാർജ് തീർന്നു ഗൈസ്. നാളെ എക്സാമാണ്, ഇൻറ്റേർണൽ എക്സാം. ഇങ്ങനെ നടക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രി സിനിമയ്ക്കും പോകും. രാത്രി സിനിമയ്ക്കും കൂടെ പോയി സെറ്റാക്കിയിട്ട് വ്ലോഗ് നിർത്തുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി ഇനി ഉമ്മച്ചിയെ പിക്ക് ചെയ്യണം. ഉമ്മച്ചി ഷാനാമിയും ചിന്നക്കടയിൽ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ പോയി അവരെ പിക്ക് ചെയ്യണം. എന്നിട്ട് ബീച്ചിൽ പോകുന്നു. നമ്മൾ ഇത്താഴെ വീട്ടിൽ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അവരെ പിക്ക് ചെയ്യാം. ദേ നിൽക്കുന്ന ഗൈസ് ഉമ്മച്ചി ഷാനാമിയും. സന്തോഷമായി, എൻ്റെ മോളും എൻ്റെ മോനും ഹാപ്പി. പാൻ്റൊക്കെ എടുത്ത് നോക്കാൻ കൊള്ളാമെന്ന് നോക്ക്. നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ ഗൈസ്, ഞങ്ങൾ ആ പാൻറ് മാറ്റി വേറൊരു പാൻറ് എടുത്തു. ഷീനാത്താക്ക് ഉടുപ്പ് അതാ വൈറ്റ്. അടിപൊളി അല്ലേ, അടിപൊളി. ഇത്താക്ക് സെറ്റാക്കി അതെനിക്ക് ഗൈസ്. നിങ്ങളെ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഇത് എനിക്ക് എടുത്തു തന്നെയാണ് ഗൈസ് അനീച്ച. ആ കളർ ഇഷ്ടപ്പെട്ട്. അതെങ്ങനുണ്ട്? അതെങ്ങനുണ്ട്? ഇടാനൊക്കെ പറ്റും. അവിടെ ഒരു ഹുഡി കിടക്കുന്നു. ഇതിടാൻ പറ്റത്തില്ല ഇപ്പൊ. എന്നാലും നമുക്ക് 40 കഴിയുമ്പോൾ
നോക്ക് എങ്ങനെയുണ്ട് ചെരുപ്പ്? എന്തിന് വെയിറ്റ് സാധനം അത്. ഇല്ല ഞാൻ ചെരുപ്പ് മേടിച്ചു. ഉടുപ്പ് ഇത്താക്ക് മേടിച്ചല്ലേ അത് ഞാനിടും. അവക്കല്ലേ ഉടുപ്പ് മേടിച്ചതാണ്ട. ഇത് ഉടുപ്പിൽ നിന്റെ പാന്റ്. അതിന് പാന്റ് ഇല്ല. ഒരു ക്രീം കളർ പാന്റ് അവക്ക് മേടിക്കാം ആ സമയമൊക്കെ ആവുമ്പോ. ഇതിപ്പോ ഉടുപ്പ് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാ. നമ്മൾ ഇനി ബീച്ചിലും പോവും. മിക്കതും പഠിച്ചു വെച്ചിരിക്കുവാണ്. അത് നോക്കണം. അത് നോക്കാം നമുക്ക്. നമ്മള് യൂട്യൂബ് ഡിലീറ്റ് ചെയ്യല്ലേ. ബൈ. അപ്പോൾ എന്തായാലും ഇനി നമ്മള് ബീച്ചിൽ പോകുന്ന ഡൗട്ടാണ്. ഇപ്പൊ എനിക്കും പേടിയായി. അതുകൊണ്ട് ഇനി നമ്മൾ ബീച്ചിൽ പോകുന്ന ഡൗട്ടാണ്. എന്തായാലും ബീച്ചിൽ നമ്മള് പോകുന്നതായാലും അവിടെ ചെരുപ്പെടുത്ത് കുത്തി കയറ്റി കേട്ടോ ഷൈനാമി. അവളെ ചെരുപ്പ് പോലും കേറുന്നില്ലെന്നാ പറഞ്ഞത്. ഷൈനാമിക്ക് ചെരുപ്പ് വേണമായിരുന്നു. ചെരുപ്പില്ലേ? ഷൈനാമി പറഞ്ഞു വിട്ടായിരുന്നു. സൂപ്പർ ചെരുപ്പുകൾ നടക്കുന്നു. കിട്ടു ചെരുപ്പുകൾ നടക്കുന്നു. ഞാൻ വേറൊരു ചെരുപ്പ് എടുക്കാൻ പോയപ്പോ പക്ഷെ അത് കൊള്ളാം. സംഭവം കണ്ടിട്ട് ഈ സാധനം കണ്ട. ഇതാ ക്ലാസിക് സൈസ് ആവോ? ഇതാ സ്റ്റാർട്ടിങ് 47, 37. അത് എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അനീച്ച പറയാ ഇത് ഉമ്മച്ചിമാക്ക് ഇടുന്ന ചെരുപ്പ് അതെടുക്കണം. ചെരുപ്പ് എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ അതെനിക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇത് കണ്ടപ്പോ മൊത്തം ടാറ്റ. നമുക്ക് ശ്രീനാഥയുടെ വീട്ടിലെത്തിയിട്ട് കാണാം. ഈ ഫോണില് ഒട്ടും ചാർജില്ല. ഈ ഫോണില് ചാർജ് ചേർന്നാ പിന്നെ ഒന്നും എടുക്കാൻ. എന്ത് ഡയറി മിൽക്ക്? അനീച്ച ഒരു ഡയറി മിൽക്ക് മേടിച്ചോളൂ. ഹേയ് ഗൈസ്, എന്താ ചരിഞ്ഞാണല്ലോ കിടത്ത്. എന്ത് കല്ല്? അയ്യോ വല്ലാതെ. ആ കൊറച്ചൊക്കെ ആവുമ്പോ ഇടാം. ഇവളെപ്പോഴും ചരിഞ്ഞാണ് നടക്കുന്നത്. ഈ കയ്യേമ്മ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ റിബൺ ഇവിടെ കയറ്റി വെച്ചടിക്കാണോ. ഉമ്മി ഫോൺ വിളിച്ചോണ്ടിരുന്നതാ. ഇവിടെ ഒരു കാർ വന്നിരുന്നേ. അപ്പൊ ഉമ്മിക്ക് ഉമ്മ പറഞ്ഞു ഒരു കാർ വന്ന് അവിടെ നിന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഉമ്മി കാറിൽ നിന്നാണ് അമ്മ സംസാരിക്കുന്നത്. ഉമ്മി ഭയങ്കര ചിരി. എന്നെ ആരും മൈൻഡ് ചെയ്തില്ല. ഉമ്മി മാത്രമേ ഇപ്പൊ മൈൻഡ് ചെയ്തോളൂ. എല്ലാരും കൊച്ചിന്റെ അടുത്ത് നിൽക്കും. പാന്റ് എങ്ങനെയുണ്ട്? ജിക്ക് എന്ത് പരിപാടി വാലന്റൈൻസ് ഡേ ആയിട്ട്? ഇത്ര കരിവള ചേർന്നല്ലേ? എന്ത് പരിപാടി? വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് പരിപാടി? റോസാപ്പൂ ഒന്നും കൊടുക്കാൻ പോയില്ല പിള്ളേർക്ക്? ഇതെന്തു അത് BCG എടുത്ത് ഉമ്മ അതങ്ങനെ പഴുത്ത് പൊട്ടിപ്പോണോ ഒന്നും അടയാളാണോ? ഇല്ല ഗൈസ്, ജി ഫർദ ഇട്ടു ഗൈസ്. ജി 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 എന്ത് എന്തടി? അപ്പോൾ ഗൈസ് എപ്പോഴും ഉള്ളതാണ് ഞങ്ങൾക്ക് ഔട്ട്രോ എടുക്കാൻ മറക്കല്. ഇതിലും ഔട്ട്രോ എടുക്കാൻ മറന്നേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ അങ്ങ് ഔട്ട്രോ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഇത്രയും നാളെ വീഡിയോസ് ഇടാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരുപാട് വ്ളോഗ്സ് വരാൻ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റിൽ ടു ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.